എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവി നമ. ഇന്ന് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 44-ാമത്തെ ശ്ലോകമാണ് നമ്മൾ സ്മരിക്കുന്നത്. അതിവിടെ ചൊല്ലാം. ഓം നിർലേപാ നിർമ്മലാ നിത്യ നിരാകാരാ നിരാകുലാ നിർഗുണാ നിഷ്കളാ ശാന്ത നിഷ്കാമാ നിരുപപ്ലവാ. നിർലേപ, ആദ്യത്തെ നാമം നിർലേപ. നിർലേപ എന്നാൽ പരിശുദ്ധ. ദേവി പരിശുദ്ധയാണ്. ഒന്നിലും ചെന്നൊട്ടാതെ, ഒന്നും തന്നിലേക്ക് ചേരാതെ സംശുദ്ധമായി നിത്യശുദ്ധയായി വിളങ്ങുന്നു അമ്മ. പരിശുദ്ധയാണ്. ലേപം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കർമ്മബന്ധം എന്നാണ്. ദേവിക്ക് കർമ്മമില്ല, കർമ്മബന്ധമില്ല. എല്ലാം ചെയ്യിക്കുന്നത് ദേവിയാണ്. എല്ലാറ്റിനും ആധാരം ദേവിയാണ്. ഇവിടെ യാതൊരു വിധത്തിലുള്ള കർമ്മബന്ധങ്ങളും ഇല്ലാത്തവൾ, ലേപം ഇല്ലാത്തവൾ, നിർലേപം. കർമ്മബന്ധം തീണ്ടാത്തവൾ എന്ന് പറയുന്നു. കർമ്മബന്ധം തീണ്ടാത്തവൾ, അതിനെല്ലാം അതീതയായവൾ ദേവി. കർമ്മത്തിനോ കർമ്മബന്ധങ്ങൾക്കോ അതീതയായിട്ടുള്ളവളാണ്. ഉദാഹരണം സാധാരണ പറയാറുള്ളത് ഇങ്ങനെയാണ്. താമരയില എങ്ങനെയാണോ വെള്ളത്തില് ജലസ്പർശമുണ്ടെങ്കിലും ജലം കൊണ്ട് നനയുകയോ ചെയ്യുകയോ ഒന്നുമില്ല. താമരയില വെള്ളത്തിൽ കിടന്നാലും എങ്ങനെയാണോ നനയാതിരിക്കുന്നത്, അതുപോലെ ദേവി പ്രപഞ്ച സൃഷ്ടിയും പ്രപഞ്ച സംരക്ഷണവും പ്രപഞ്ച ഭരണവും ചെയ്യുന്നു എങ്കിലും ആ കർമ്മ പാശമോ ആ കർമ്മബന്ധമോ ദേവിയെ ബാധിക്കുന്നില്ല. കർമ്മം ചെയ്യുന്നു എങ്കിലും കർമ്മകാരിണിയാണ് ദേവി എങ്കിലും, ഈ സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം നടത്തുന്നത് ദേവിയാണ് എങ്കിലും, ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ നടത്തിയാലും ഈ കർമ്മബന്ധം അമ്മയ്ക്ക് ബാധകമല്ല. ശിഷ്ട സംരക്ഷണമായാലും ദുഷ്ടനിഗ്രഹമായാലും അമ്മയെ അത് ബാധിക്കുന്നില്ല. പരമാത്മസ്വരൂപിണിയായ ദേവി ദേവിക്ക് ഇതൊന്നും ബാധകമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആരെയാണ് കർമ്മബന്ധങ്ങൾ ബാധിക്കുന്നത്? അവിദ്യാജന്യമായ ജീവിതം നയിക്കുന്നവരാണ്. അവർക്കാണ് കർമ്മവാസനയും കർമ്മബന്ധവും ഉള്ളത്. അവിദ്യയിൽ മുങ്ങിയവരെ ശ്രീവിദ്യാ സ്വരൂപിണിയായിട്ടുള്ള മഹാദേവി സമുദ്ധരിക്കുക തന്നെ ചെയ്യും. ദേവിക്ക് യാതൊരു വിധത്തിലുള്ള കർമ്മങ്ങളും ബാധകമല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഭക്തന്റെ സാധകന്റെ കർമ്മവാസനയെ ഇല്ലായ്മ ചെയ്യുന്നതും ശ്രീ മഹാദേവിയാണ്. അങ്ങനെയുള്ള ദേവിയെ നമുക്ക് സമാശ്രയിക്കാം. അങ്ങനെ അവരുടെ കർമ്മ ബന്ധങ്ങളെ, ആ പാശങ്ങളെ അറുത്തു മുറിച്ച് അവർക്ക് സായുജ്യ പദവി നൽകുന്നത് ശ്രീ മഹാദേവിയാണ്. സായുജ്യ പദവിയിലേക്ക് ആനയിക്കുന്നു, ശ്രദ്ധാപൂർവം അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇതെല്ലാം ദേവിയാണ് ചെയ്യുന്നത്. ദേവി ജ്ഞാനമൂർത്തിയാണ്, അല്ലെങ്കിൽ ജ്ഞാനം തന്നെയാണ് ദേവി. അങ്ങനെ ആ ദേവിയെ ഈ 3 വിധത്തിലുള്ള മലങ്ങളും ബാധിക്കുന്നില്ല. അമ്മ എല്ലാറ്റിനും ഉപരിയാണ്, നിർലേപയാണ്. ഒപ്പം നമ്മള് സാധാരണക്കാരായ ഈ ഭക്തർക്ക് മനസ്സിലാക്കാം, ആനന്ദിക്കാം, സന്തോഷിക്കാം. നമ്മളെ ബാധിച്ചിട്ടുള്ള 3 വിധത്തിലുള്ള മലങ്ങളും ഇല്ലായ്മ ചെയ്യാൻ ശ്രീ മഹാദേവി അരുളി വിരാജിച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ സമാശ്രയിക്കുക എന്ന ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. സർവദാ ആ ഒരു ബോധത്തോടുകൂടി നീങ്ങണമെന്നാണ് ആചാര്യ മതം. ഓം നിർലേപായൈ നമ. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. അടുത്ത നാമം നിർമ്മല. നിർമ്മല മലമില്ലാത്തവളാണ്, അഴുക്കില്ലാത്തവൾ, മാലിന്യമില്ലാത്തവൾ, അജ്ഞാനമില്ലാത്തവൾ. അപ്പോൾ മലം എന്ന വാക്കിന്റെ അർത്ഥമാണ് അജ്ഞാനം എന്നുള്ളത്. എന്താണ് അജ്ഞാനം? അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭേദബുദ്ധി. ദേവി ഒന്ന്, നമ്മൾ വേറെ ഒന്ന്. അപ്പോൾ മഹാദേവിയും ഈ പ്രപഞ്ച സൃഷ്ടികളും വേറെ, അല്ലെങ്കിൽ ഞാൻ വേറെ, അതാണ് അങ്ങനെ പറയുമായിരിക്കും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ നല്ലത്.
ഞാൻ വേറെ, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഞാൻ തന്നെ ഫലം അനുഭവിക്കുന്നു. അങ്ങനെ വേറിട്ടുള്ള ചിന്ത, അതാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അഴുക്ക്. അത് മാലിന്യമാണ്, അജ്ഞാനമാണ്. അജ്ഞാനത്തിൽ നിന്ന് അന്ധകാരവും വേദനകളുമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഭേദബുദ്ധിയോ കർമ്മബന്ധമോ ആത്മവിസ്മാരണമോ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള സ്വയം മറക്കൽ, ആത്മാവിനെ സ്വയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളില് സത്യമൂർത്തിയായിട്ടുള്ള ആത്മാവാണ് എന്നുള്ള ബോധം മറക്കലാണ്. ആ ആത്മവിസ്മാരണം സംഭവിച്ചാൽ തീർച്ചയായും അതിൽ നിന്നും ദേവിയെ സമാശ്രയിക്കുന്ന ഏതൊരു ഭക്തനും അമ്മ സംരക്ഷണം കൊടുക്കുകയാണ്. അമ്മ അതിൽ നിന്ന് മോചനം നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. എങ്ങനെയാണ് മലങ്ങൾ ബാധിക്കാതെ ഇരിക്കുക? ജ്ഞാനസ്വരൂപമായ ആത്മാവിനെ അജ്ഞാനം പൊതിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ചിന്തകൾക്ക് മായ ബാധിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ബോധം നേടാൻ സാധിച്ചാൽ, മായയ്ക്ക് അടിപ്പെടുന്നു എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണർന്നാൽ അതിൽ നിന്നുള്ള മോചനത്തിന് സ്വയമേവ പരിശ്രമിക്കേണ്ടതാണ്. എപ്പോഴും ആചാര്യന്മാർ പറയുന്നൊരു ഉപദേശമുണ്ട്, ആപതിം കിം കരണീയം. ആപത്ത് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അമ്മയുടെ പാദകമലങ്ങളെ സമാശ്രയിക്കുക തന്നെ ചെയ്യുക. മായികം, കാർമികം, ആണവം തുടങ്ങിയ മലങ്ങൾ ബാധിക്കാൻ പാടില്ല. അങ്ങനെ ബാധിക്കാത്തവളാണ് ദേവി. ദേവിക്ക് അതുകൊണ്ട് പറയാണ് നിത്യശുദ്ധയാണ്, നിത്യമുക്തയാണ്, നിത്യബുദ്ധയുമാണ്. അതാണ് ശ്രീ മഹാദേവി. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. ഓം നിർമ്മലായേ നമ. അടുത്ത നാമം നിത്യ. നിത്യ ശാശ്വത സ്ഥിതിയുള്ളവൾ, ശാശ്വതമായ എന്നെന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്ന മഹാശക്തി സാന്നിധ്യമാണ് അമ്മ. ശാശ്വതമായ സ്ഥിതിയുള്ളവളാണ്. ആ ദേവിയെ യാതൊരു വിധത്തിലുള്ള കാലങ്ങളും ബാധിക്കുന്നില്ല. ഭൂതം, വർത്തമാനം, ഭാവി തുടങ്ങിയ 3 കാലങ്ങളും ദേവിയെ ബാധിക്കുന്നില്ല. ഇങ്ങനെ ത്രികാലങ്ങളാലും ബാധിതയാവാതെ നിത്യയായിട്ട്, നിത്യശുദ്ധയായിട്ട്, നിത്യമുക്തയായിട്ട് വിളങ്ങുകയാണ് ദേവി. ഇതിൽ നിത്യ ദേവതമാരെ കൂടി സ്മരിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ദിനനിത്യ ദേവതമാരെ സ്മരിക്കേണ്ടതുണ്ട്. ദേവി എല്ലായിടം നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെ ഈ ഭൂതമെന്നോ ഭാവിയെന്നോ വർത്തമാനമെന്നോ പറഞ്ഞിട്ട് വ്യവച്ഛേദിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എങ്ങും നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ദേവിയാണ് നിത്യ, എന്നും ശാശ്വതയാണ്. അങ്ങനെ നിത്യയായി എല്ലാവരിലും നിത്യശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ പ്രദാനം ചെയ്തുകൊണ്ട് വിളങ്ങുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം നിത്യായൈ നമ. അടുത്ത നാമം നിരാകാര. നിരാകാര എന്നാൽ ആകൃതി ഇല്ലാത്തവൾ. ആകൃതി ഇല്ലാത്തവൾ. ആകാരമാണ് ആകൃതി. ആകാരമില്ലാത്തവൾ. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വിവിധ രൂപങ്ങളാണ്. ആ ബ്രഹ്മം പലതായി ഇങ്ങനെ പിരിഞ്ഞിട്ട് വിവിധ രൂപങ്ങളും ഭാവങ്ങളും കൈക്കൊള്ളുകയാണ് ചെയ്തത്. പക്ഷെ ദേവി അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നത് ആകാരമില്ല, സത്യമാണ്, തേജസ്സാണ്, ചൈതന്യമാണ് എന്ന് പറയുന്നത്. ഇന്ന രൂപം എന്ന് കൽപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളിലും ഒന്നേ ഒന്ന് എന്ന് മനസ്സിലാക്കുക. വിവിധ രൂപങ്ങൾ നമ്മുടെ കണ്ണുകളിലുണ്ട്, നമ്മുടെ ജീവിതാനുഭവത്തിൽ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്, ആകാരങ്ങളുണ്ട്. ഇതൊക്കെയാണ്. അങ്ങനെ ബ്രഹ്മാണ്ഡ ജനനിയായിട്ടുള്ള ദേവിയുടെ രൂപം വിവിധമായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു ചൈതന്യമാണ്. ഏത് രൂപമാണ് ദേവിക്ക് എന്ന് വിശദമാക്കാനാവില്ല. അതുകൊണ്ട് എന്തെന്ത് കാണുന്നുവോ, എന്തെന്ത് ഇവിടെ നിലനിൽക്കുന്നുവോ, നമ്മുടെ മനസ്സിലെ രൂപമായാലും സ്ഥൂല സൂക്ഷ്മഭാവങ്ങളായാലും എല്ലാറ്റിലും അമ്മ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് നിരാകാരയാണ് ദേവി. ഏത് രൂപമാണെന്ന് വിശദമാക്കാനാവില്ല. ഇനി ദേവനോ അസുരനോ മനുഷ്യനോ മൃഗമോ സ്ത്രീയോ പുരുഷനോ നപുംസകമോ ഇതൊന്നുമല്ല ദേവി. എല്ലാറ്റിനും അപ്പുറമാണ്. അങ്ങനെ അനന്തതയാണ്, അനന്തമായ ശക്തിയാണ്
ദേവി. അപ്പൊ എന്താണ് ദേവി എന്ന് ചോദിച്ചാൽ സാധകരുടെ അഭിജ്ഞരായിട്ടുള്ള തികഞ്ഞ മുമുക്ഷുക്കളായിട്ടുള്ളവരുടെ പരിശ്രമത്തിൽ അവർ കണ്ടെത്തിയത് എങ്ങനെയാണ്? ഓരോ ചുവടും വെച്ച് പോകുമ്പോൾ അവർ മനസ്സിലാക്കുകയാണ്, നേതി നേതി, ഇതല്ല ദേവി എന്താണ്, ദേവി ആരാണ് എന്നുള്ള അറിയാനുള്ള പരിശ്രമത്തിൽ അവർ പറഞ്ഞു, ഇതല്ല, പുരുഷനാണോ അല്ല, സ്ത്രീയാണോ അല്ല, നേതി ഇതല്ല, ഇങ്ങനെയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവസാനം എത്തിച്ചേരുന്ന ആ ഒരു തലമുണ്ട്, നിശ്ചലത, നിർവികാരത, നിരാകാരം. അപ്പോൾ ദേവി ആദിമധ്യ അന്തരഹിതയാണ്. ഉദ്ഭവം എന്ന് പറയാൻ പറ്റില്ല, സ്ഥിതി എന്ന് പറയാൻ പറ്റില്ല, ഇനി അവസാനം ലയം എന്നും പറയാൻ പറ്റില്ല. കാരണം ഉണ്ടായതിനാണ് ഈ വിധത്തിലുള്ള മാറ്റങ്ങൾ വരിക. പക്ഷെ ദേവി ഒരിക്കലും ഉണ്ടായതല്ല, ദേവി തീർച്ചയായിട്ടും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ദേവിക്ക് നിശ്ചിതമായ ആകാരങ്ങളില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ദേവിയെ ഉപാസിക്കും? എല്ലാറ്റിലും പരമാണു രൂപത്തിലുള്ളതായാലും ശരി, വലിയ മഹിമയായിട്ടുള്ള രൂപത്തിലായാലും ദേവി അവിടെ തുടിക്കുകയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ചൈതന്യമൂർത്തിയായിട്ട് ആദിമധ്യാന്തരഹിതയായിട്ടുള്ള ആ ചൈതന്യ ഭാവത്തിലിരിക്കുന്ന സ്ഥായിയായിട്ടുള്ള ശാശ്വതയായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം നിരാകാരായേ നമ. അടുത്ത നാമം നിരാകുല. നിരാകുല, ആകുല. നിർ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. ആകുലതകള് ഇല്ല, യാതൊരു ഒരു ബദ്ധപ്പാടില്ല, പാരവശ്യങ്ങളില്ല, സങ്കടങ്ങളോ ആകുലത ഒരു ഏത് എന്നുള്ള വിഹ്വലതകളില്ല, ഒന്നുമില്ല. ശാശ്വതമായിട്ട് ശാന്തി ആണ് അമ്മ. അപ്പോൾ ദേവിയെ സുഖം ബാധിക്കുന്നില്ല, ദുഃഖം ബാധിക്കുന്നില്ല, ഇതൊന്നും ബാധിക്കാതെ, ഇതൊന്നും ഏശാതെ എല്ലാറ്റിനും അതീതയായി, എല്ലാറ്റിനും ഉപരിയായി വർത്തിക്കുന്ന പരമ സത്യസ്വരൂപമാണ്, സത്യമൂർത്തിയാണ് അമ്മ. എന്താണ് ആകുലതയ്ക്ക് കാരണം? നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അജ്ഞാനമാണ്, ഇതെല്ലാം ദേവിയാണ്, ഇതെല്ലാം ഈശ്വര ചൈതന്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഇല്ല. ചില സമയത്ത് നമ്മൾ സ്വയം മറക്കുകയാണ്, ആത്മവിസ്മരണം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അജ്ഞാനം കൊണ്ടാണ് ഒരുപാട് ആകുലതകള്, വ്യസനങ്ങള്, വ്യഗ്രതകള്. അപ്പം അമ്മയ്ക്കൊരു പേര് നമ്മൾ മുമ്പ് പഠിച്ചു, എന്താണ്? മരാളി മന്ദഗമന എന്ന്. ഒരു അരയന്നത്തിനെ പോലെ വളരെ ശാന്തയായി, വിഹ്വലതകളില്ല, ബദ്ധപ്പാടില്ല, അങ്ങനെ മനോഹരമായി ഗമനം ചെയ്യാണ്. അപ്പോൾ ദേവി നിരാകുലയാണ്. കാരണം ദ്വന്ദ്ങ്ങൾ ദേവിയെ ബാധിക്കുന്നില്ല, ജയ അപജയങ്ങൾ ബാധിക്കുന്നില്ല, സുഖദുഃഖങ്ങള്, ലാഭം നഷ്ടം, അങ്ങനെ ഒന്നും ദേവിയെ ബാധിക്കുന്നില്ല. അപ്പൊ ഈ ദേവിയെ ബാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഗ്രഹിക്കേണ്ടത്? നമ്മൾ ഈ സഹസ്രനാമം പഠിക്കുന്നതും ദേവിയെക്കുറിച്ച് പഠിക്കുന്നത് എന്തിനാണ്? ദേവിയുടെ ഗുണങ്ങൾ നമുക്ക് അല്പാൽപം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല വെറും മനുഷ്യജന്മത്തിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. മൃഗമനുഷ്യരുണ്ട്, പിന്നെ മനുഷ്യരാവണം, പിന്നെ നമുക്ക് ആയിത്തീരേണ്ടത് ദേവമനുഷ്യരാവണം. അപ്പൊ അതിനാണ് ഇത്രയും ഉപാസനകളൊക്കെ. അപ്പോൾ അമ്മയെ ആരാധിച്ചാൽ പറയും, അമ്മ സൗന്ദര്യമൂർത്തിയാണ്, സൗന്ദര്യം ലഭിക്കുന്നു, സമൃദ്ധി, സമ്പത്ത്, ഇങ്ങനെയുള്ള ശുദ്ധമായ ഗുണങ്ങള്, ഇതൊക്കെ നമ്മൾക്ക് ആർജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അധ്വാനം മുഴുവൻ നടത്തണത്. അതുകൊണ്ട് അമ്മയ്ക്ക് ദ്വന്ദ് ചിന്തയില്ല എന്ന് പറയുമ്പോൾ നമ്മളും അതുപോലെ അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. സുഖദുഃഖങ്ങളിൽ തളരണ്ട. ഇനി എങ്ങനെയാണ്? മനസ്സിന് ഏകാഗ്രതയുണ്ടെങ്കിലേ ഇതെല്ലാം സാധിക്കൂ എന്ന് പറയുന്നു. എന്ത്? ദേവിയെ ലഭിക്കുകയുള്ളൂ. അനന്യ ചിന്തയന്തോ മാം യേ ജനാ ഉപാസതേ എന്നല്ലേ പറയണം. ആരാണോ നിത്യയുക്ത ഉപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്നുണ്ട് ഭഗവാൻ ഭഗവത്ഗീതയില്. അപ്പൊ ദേവിയെ ഏകാഗ്ര മനസ്സോടുകൂടി ഉപാസിച്ചാൽ, ഏകാഗ്രതയുണ്ടെങ്കിൽ യാതൊരു ആകുലതയും വേണ്ട, വികുലതയും വേണ്ട. ടെൻഷൻ, ഇന്നത്തെ പേരിൽ അതാണ്, ടെൻഷൻ എന്നാണ് കൂടുതൽ യോജിക്കുക. അങ്ങനെ ആകുലത ഇല്ലായ്മ ചെയ്യുന്നതാണ് ദേവി.
അപ്പോൾ അഥവാ നമ്മൾ മനുഷ്യര്, നമ്മൾ വെറും സാധാരണക്കാര്, ഇത്രയും ചിന്തകളൊക്കെ ചില നിമിഷങ്ങളിൽ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് വരാം, പലപ്പോഴും താഴെ വീഴാറുണ്ട്. ആ സമയങ്ങളിൽ കൈപിടിച്ചുയർത്തുന്നത് ശ്രീ മഹാദേവിയാണ്. ദേവീ സ്മരണം മാത്രമേ നമുക്ക് ചെയ്യാവുന്നതായിട്ടുള്ളൂ. അത് അങ്ങനെയുള്ള ശ്രീ മഹാദേവി അനുഗ്രഹിക്കണേ, നിരാകുലരായിട്ടിരിക്കാനായിട്ടുള്ള മനഃശക്തി നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ദേവി ഉപാസനയിലൂടെ ആകുലതകളെ ഇല്ലായ്മ ചെയ്യാം. എങ്ങനെയാണ്? നാമജപം, ഉപാസനകൾ, അനുഷ്ഠാനങ്ങൾ, ആചാരപ്രകാരമുള്ള ജീവിതം, സമദർശിത്വം, ഇതൊക്കെ വന്നാൽ തീർച്ചയായിട്ടും നമ്മളുടെ ചിത്തം ശുദ്ധമായിരിക്കും, മനസ്സ് ഏകാഗ്രമായിരിക്കുകയും ചെയ്യും. അങ്ങനെ നിരാകുലയായി വർത്തിക്കുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം നിരാകുലായൈ നമ. അടുത്ത നാമം നിർഗുണ. നിർഗുണ എന്നാൽ ഗുണങ്ങൾ ഒന്നും ഇല്ലാത്തവൾ. നിർ എന്നുള്ള വാക്കിലാണ് തുടക്കം. ഗുണങ്ങൾ ഒന്നും ഇല്ലാത്തവൾ. ഉണ്ടായവർക്കേ ഗുണങ്ങളുള്ളൂ, ഉള്ളവർക്കതില്ല. ഉള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗുണങ്ങൾ ശരീരധർമ്മങ്ങളാണ്. ശരീരം എടുത്തിട്ടുള്ളവർക്കാണ് ഗുണങ്ങളുള്ളത്. ഗുണങ്ങൾക്കനുസരിച്ചാണ് കർമ്മങ്ങൾ ചെയ്യുക. കർമ്മങ്ങൾക്കനുസരിച്ചാണ് കർമ്മഫലം വരുന്നത്. കർമ്മഫലത്തിന്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചിട്ടാണ് മോക്ഷപദ പ്രാപ്തിയൊക്കെ ഉള്ളത്. അപ്പോൾ നിരാകാരയായ ദേവിക്ക് ഗുണങ്ങളില്ല, അത് നിർഗുണയാണ്. മഹാഭൂതങ്ങള് ആണ് ഗുണങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ രൂപം, രസം, ഗന്ധം, സ്പർശം, ശബ്ദം, ഇങ്ങനെ ഉള്ള പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങള് ഇതൊന്നും ദേവിയെ ബാധിക്കുന്നില്ല. അപ്പോൾ നിർഗുണയായിട്ട് ഏറ്റക്കുറച്ചിൽ ഒന്നുമില്ല, പരമമായിട്ടുള്ള മൂർത്തിയായിട്ട് വസിക്കുന്ന ദേവി എല്ലാവരെയും സംരക്ഷിക്കട്ടെ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ദേവി സാക്ഷിയാണ്, ദേവി ചേതനയാണ്, ദേവി നിർഗുണയാണ്. അപ്പൊ സത്വം, രജസ്, തമസ് എന്നീ ശരീര സംബന്ധിയായ ത്രിഗുണങ്ങൾ ദേവിക്ക് ഇല്ല. ഇതിനൊന്നും വിധേയല്ല ദേവി. ഗുണങ്ങൾക്ക് അതീതയാണ്, ഗുണരഹിതയാണ്, ഗുണാതീതയാണ്. എന്താ പറയാ, ഗുണത്തിന് വിധേയയല്ല, ഗുണമേ ഇല്ല, നിർഗുണ. അങ്ങനെയാണ് ദേവി. ഇപ്പൊ ദേവിയിൽ ഭക്തൻ കാണുന്ന ആ വാത്സല്യാദി ഭാവങ്ങൾ ഗുണമല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. കാരുണ്യഭാവമുണ്ട്, സാത്വികം, രാജസം ഭാവം, ഇതൊക്കെ കാണുന്നത് ദേവിയുടെ ഗുണങ്ങളല്ല. അത് ഭക്തന്റെ സംരക്ഷണാർത്ഥം ഏതു ഭാവമാണോ കൈക്കൊള്ളേണ്ടത് അതിനനുസരിച്ച് ദേവി രൂപം ആ സമയത്തേക്ക് സ്വീകരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ദേവിക്ക് ഗുണമില്ല, ദേവി നിർഗുണയാണ്. അങ്ങനെ വർത്തിക്കുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. അപ്പം ഭക്തരക്ഷയാണ് ദേവിയുടെ ലക്ഷ്യം. അങ്ങനെ കാരുണ്യമൂർത്തിയായിട്ടുള്ള മഹാദേവിക്ക് നമസ്കാരം. ഓം നിർഗുണായൈ നമ. അടുത്ത നാമം നിഷ്കല. നിഷ്കല എന്നാൽ കലകൾ അല്ലെങ്കിൽ അംശങ്ങൾ അല്ലെങ്കിൽ അംഗങ്ങൾ, അവയവങ്ങൾ ഇതൊന്നും ഇല്ലാത്തവൾ. ആകാരമുള്ളവർക്കാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദേവി നിഷ്കല, നിരാകാരയാണ്, നിർഗുണയാണ്. അങ്ങനെ കലകളില്ല, അംശങ്ങളില്ല, അംഗങ്ങളില്ല, അവയവങ്ങൾ ഇതൊന്നുമില്ല. ആകാരമായിട്ടുള്ളതിനല്ലേ ആകാര ഭാഗങ്ങൾ ഉണ്ടാവുള്ളൂ, കലകൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ദേവി നിരാകാര, നിർഗുണ, നിഷ്ക്രിയ, ഇതെല്ലാമാണ് ശ്രീ മഹാദേവി. നിഷ്കല ധ്യാനം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ജ്ഞാനമാർഗത്തിലുള്ള ധ്യാനമാണ് നിഷ്കല ധ്യാനം. ദേവിയെ നിഷ്കല ധ്യാനത്താൽ ലഭ്യമാണ് എന്ന് പറയണം. അത് ആകാശം പോലെ ദീപ്തമാണ്, ആകാശം പോലെ വ്യാപ്തമാണ്. ആകാശത്തിന് എന്താ ഗുണം? അപ്പോൾ ആകാശം പോലെ വ്യാപ്തമാണ്,
എങ്കിലും ദേവി ലോകഹിതത്തിന് വേണ്ടി ഏതെങ്കിലും രൂപങ്ങളോ ഭാവങ്ങളോ കൈക്കൊള്ളും. അല്ലാതെ ദേവിക്ക് പ്രത്യേകമായിട്ട് രൂപമില്ല എന്നാണല്ലോ ഇത്രയും സമയം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ദേവി സഗുണയായി അവതരിക്കാറുണ്ട്. ദേവി നിർഗുണയാണ് എങ്കിലും ദേവി സഗുണയായിട്ട് അവതരിക്കുന്നു. ഇപ്പൊ ധ്യാനിക്കാനിരിക്കുമ്പോൾ എന്താ മുഖം തുടങ്ങിയിട്ടുള്ള നമ്മൾ കണ്ടല്ലോ. ആദ്യം ദേവിയുടെ കിരീടം പൊന്തി വരുന്നു, നെറ്റിത്തടങ്ങൾ കാണുന്നു, കണ്ണുകൾ, അങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ഇങ്ങനെ കണ്ട് അങ്ങനെ ധ്യാനിക്കുന്നത് അത് ഒരു സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു ഭാവമാണ്. അത് മനസ്സിലാക്കുന്നു, അത് അമ്മ ബ്രഹ്മമാണ്. ഇതൊക്കെ മനസ്സിൽ ജ്ഞാനരൂപത്തിൽ നമുക്ക് ഭാവന ചെയ്തുകൊണ്ട് സങ്കല്പം ചെയ്ത് ആനന്ദം അനുഭവിക്കാം. തീർച്ചയായിട്ടും അമ്മ നിഷ്കലയാണ്. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. അടുത്ത നാമം ശാന്ത. ശാന്ത എന്നാൽ ശാന്തമൂർത്തിയായവൾ. ശാന്തമൂർത്തിയായവൾ എന്ന് പറഞ്ഞാൽ ശാന്തിയാണ് അമ്മ. നിഷ്കലയാണ്, നിഷ്കളങ്കയാണ്, നിരാകാരയാണ്, നിർഗുണയാണ് എന്നൊക്കെ പറയുമ്പോൾ നിശ്ചലമാണ്, ശാന്തം. അപ്പോൾ തികഞ്ഞ വികാരങ്ങളുടെ വേലിയേറ്റങ്ങളില്ല, വികാരങ്ങളുടെ തള്ളലില്ല, വികാരങ്ങളുടെ ചെറു ചലനം പോലും ഇല്ല. അപ്പോൾ വികാരങ്ങളുടെ സമതുലിതമായിട്ടുള്ളൊരു ഭാവമാണ്, അതാണ് ശാന്തഭാവം. വ്യഗ്രതയില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ശാന്തമായ ഭാവം സ്വാഭാവികമാണ് അമ്മയ്ക്ക്. പിന്നെ പറയാണ് ദേവി സർവാതീതയാണ്. ദേവി എല്ലാറ്റിനും അതീതയാണ്, എല്ലാറ്റിനും ഉപരിയാണ്, സർവാതീതയാണ്. ദിക്കുകളെങ്ങും വ്യാപിച്ചു നിൽക്കുകയാണ് അമ്മ. ദിക്കുകളെങ്ങും നിറഞ്ഞു നിൽക്കുന്നു, വ്യാപിച്ചു നിൽക്കുന്നു. ഇതാണ് ദേവി. അപ്പോൾ ആരാണ് ദേവി? എന്താണ് ദേവി? എല്ലായിടത്തും നിറഞ്ഞ് നിൽക്കുന്ന ശാശ്വതമായ ശാന്തിയാണ്, ശക്തിയാണ് അമ്മ. ഇങ്ങനെയുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം ശാന്തായേ നമ. അടുത്ത നാമം നിഷ്കാമ. നിഷ്കാമ, നിർന്ന് പറഞ്ഞ പോലെ തന്നെ നിഷ്കാമ. കാമങ്ങളില്ലാത്തവൾ, അല്ലെങ്കിൽ കാമനകൾ ഇല്ലാത്തവൾ, ആഗ്രഹങ്ങൾ ഇല്ലാത്തവൾ. ദേവിക്ക് കാമനയില്ല, കാമമില്ല, ആഗ്രഹങ്ങളില്ല. കാരണം രൂപമല്ല അമ്മ, ഉണ്ടായതല്ല അമ്മ, പരിപൂർണമായി നിറഞ്ഞു നിൽക്കുന്ന ശാശ്വതമായ ശക്തിയും സത്യവുമാണ് ദേവി. അതുകൊണ്ട് യാതൊന്നും ഇച്ഛിക്കാത്തവളാണ്, സ്വയം പൂർണ്ണതയാണ് അമ്മ. അമ്മ സ്വയം പൂർണ്ണതയാണ്. പിന്നെ എന്തിനു വേണ്ടി കാക്ഷിക്കണം, എന്തിനു വേണ്ടി ആഗ്രഹിക്കണം? ഇപ്പോൾ സ്വയം പൂർണ്ണമായ ശക്തിഭാവമായതുകൊണ്ട് വേറൊന്നും അമ്മയ്ക്ക് ആഗ്രഹമില്ല, ഇച്ഛയില്ല. പരമചൈതന്യമാണ് ശ്രീ മഹാദേവി. അങ്ങനെയുള്ള ദേവി എന്താണ് കാമിക്കേണ്ടത്, എന്താണ് ആഗ്രഹിക്കേണ്ടത്? അപ്പോൾ ഇങ്ങനെ നിഷ്കാമിയായിരിക്കുന്ന ദേവിക്ക് വലിയ താല്പര്യമാണ് എന്താണ്? ഭക്തന്റെ കാമനകളെ സാധിച്ചു കൊടുക്കുക എന്നുള്ളത്. അമ്മയ്ക്ക് അമ്മയുടെ മക്കളെ സംരക്ഷിക്കണം. അപ്പോൾ അമ്മ ഏത് ഭാവം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭക്തന്റെ കാമനകളെ, ആഗ്രഹങ്ങളെ അത് പൂർത്തീകരിച്ച് കൊടുക്കുക എന്നുള്ളൊരു ഭാവത്തിൽ അമ്മ ഇങ്ങനെ പ്രേമപൂർവം ഇരിക്കുകയാണ്. എല്ലാ ആഗ്രഹങ്ങളും ലോക നന്മയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് അമ്മ അങ്ങനെ ഭാവങ്ങൾ എടുക്കുന്നത്. ദേവിയിൽ എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ സങ്കല്പമാത്രം കൊണ്ട്, നിമിഷാർത്ഥം കൊണ്ട്, അമ്മയ്ക്ക് സങ്കല്പമാത്രം കൊണ്ട് എന്തും സാക്ഷാത്കൃതമാക്കാൻ ഉള്ള ശക്തിയാണ് ശ്രീ മഹാദേവി. അങ്ങനെ ശക്തി മൂർത്തിയായി, ശക്തി സ്വരൂപിണിയായി വിളങ്ങുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം നിഷ്കാമായേ നമ. അടുത്ത നാമം നിരുപപ്ലവ. നിരുപപ്ലവ എന്ന് പറഞ്ഞാൽ നാശം ഇല്ലാത്തവൾ. നിരുപപ്ലവ. ഉപപ്ലവം എന്നാൽ നാശം എന്നാണ് അർത്ഥം. ഉപപ്ലവം നാശം. അപ്പോൾ നിരുപപ്ലവ, നാശം ഇല്ലാത്തവൾ. എങ്ങനെയാ നാശം ഉണ്ടാവുക? ഉണ്ടായതിനെ
നാശം ഉണ്ടാവുകയുള്ളൂ. അമ്മയ്ക്ക് നാശമില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാരാണ്? ദേവിയാണ്. പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത് ദേവിയാണ്. പ്രപഞ്ചത്തെ സംഹരിക്കുന്നതും ദേവിയാണ്. ദേവിക്ക് പഞ്ചകൃത്യപരായണ പറയുമല്ലോ. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. ഇങ്ങനെ 5 കൃത്യങ്ങളാണ് ദേവിക്കുള്ളത്. ഇതെല്ലാം ദേവി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനൊന്നും ബന്ധമില്ല എന്നും കൂടി മനസ്സിലാക്കണം. ദേവി അനുഗ്രഹകാരിണി. എന്താണ് തിരോധാനം എന്ന് പറഞ്ഞാൽ, എല്ലാം സംഹരിച്ചതിന് ശേഷം അതിനെ ഈ പ്രപഞ്ച ദൃഷ്ടിയിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. അതിനെ തിരോധാനം ചെയ്യുകയാണ്. കുറച്ചു കാലം സൂക്ഷിച്ചു വെച്ചതിന് ശേഷം അതിനെ വീണ്ടും സൃഷ്ടി നടത്തുകയാണ്. അതെങ്ങനെ? വീണ്ടും പ്രത്യക്ഷീഭവിപ്പിക്കുകയാണ്, പ്രത്യക്ഷമാക്കുകയാണ്. അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ദേവി ശാശ്വതയാണ്, നാശമില്ലാത്തവളാണ്, നിത്യയാണ്. ഉപാസകരില് അമൃതവർഷം ചൊരിയുന്നവളാണ് ശ്രീ മഹാദേവി. എല്ലാറ്റിനും അതീതയായി, നാശമില്ലാത്തവളായി, ശാശ്വതയായി ദേവി വർത്തിക്കുന്നു. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. ഓം നിരുപപ്ലവായേ നമ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും പാദ നമസ്കാരം ചെയ്യുന്നു. എല്ലാവരെയും ശ്രീ മഹാദേവി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു.